ഇതിനെക്കുറിച്ചൊന്നും പുറത്ത് പറയരുതെന്ന് നമ്മൾ കേട്ട് ശീലിച്ച പല കാര്യങ്ങളും ഉണ്ടാവും. അതിലൊന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. പലർക്കും അത് തുറന്ന് പറയാൻ ഭയങ്കര മടിയായിരിക്കും. നമുക്കിന്ന് അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ISRM ക്ലിനിക്കിൻ്റെ ഫൗണ്ടറായ ഡോക്ടർ അജയൻ വർഗീസാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, പലർക്കുള്ളൊരു സംശയമാണ് എപ്പോഴാണ് ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നത് എന്നുള്ളത്. അല്ല, സാധാരണഗതിയിൽ ശുക്ലത്തിൻ്റെ അളവ് അങ്ങനെ കുറയാറില്ല. പക്ഷേ ചില അസുഖങ്ങൾ വരുമ്പോൾ ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട്. ഇതുകൂടാതെ അമിതവണ്ണമുള്ളവരിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയും. കാരണം ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഹോർമോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബന്ധമുണ്ട്. അപ്പോൾ അമിതവണ്ണമുള്ളവരിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നതായി കാണുന്നുണ്ട്. പിന്നെ വാരിക്കോസിലുള്ളവർക്ക് ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട്. അതുപോലെ ചില അണുബാധകൾ, അതായത് അതിനകത്ത് പ്രശ്നത്തിൽ അണുബാധ ഉണ്ടാകുക, അതുപോലെ തന്നെ ആ പ്രദേശത്ത് വേറെ രീതിയിൽ അണുബാധ ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോഴും ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട്. ഇതുകൂടാതെ ചിലതരം പനികൾ, അതൊക്കെ വരിക, ക്രോണിക്കായിട്ട് ആശുപത്രിയിൽ കിടക്കേണ്ടി വരിക, വളരെക്കാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരിക, അങ്ങനെയുള്ള അസുഖങ്ങൾ വരികയാണെങ്കിലും ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട്. ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളത് വേറൊരു രീതിയിലും ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ കുറയാം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ബന്ധപ്പെടലുണ്ടാകുന്ന എത്രയും ശുക്ലം രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ കണ്ടോളണമെന്നില്ല. സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരു 5-6 തവണ ഒരു ദിവസമൊക്കെ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അവസാനമാകുമ്പോൾ ശുക്ലം ഉണ്ടാകില്ല, ശുക്ലം ഉണ്ടാകാൻ കഴിയില്ല. സാധാരണ ഇതിൽ 2 ദിവസത്തിലൊരിക്കൽ സ്വയംഭോഗം ചെയ്തു പോകുന്നൊരു വ്യക്തിക്ക് നോർമലായിട്ടുള്ള ശുക്ലത്തിൻ്റെ അളവ് അവിടെ ഉണ്ടാവും. ലൈംഗിക ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. ലൈംഗിക ബന്ധം കൂടുതലായി കഴിയുമ്പോൾ, ഫ്രീക്വൻസി കൂടുതലായി കഴിയുമ്പോൾ, ഒരു ദിവസം തന്നെ കൂടുതൽ തവണ ബന്ധപ്പെടുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ ശുക്ലം വളരെ കുറവായി കാണപ്പെടും. പിന്നെ അതൊരു അസുഖമാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നോർമലായിട്ട് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ബന്ധപ്പെടുന്നുള്ളൂ, ആ വ്യക്തിക്കും വളരെ കുറച്ച് ശുക്ലം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാര്യമായിട്ട് കണക്കിലെടുക്കണം. അപ്പോൾ വൃഷ്ണങ്ങളുടെ രോഗങ്ങളാണ് മെയിനായിട്ട് ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതെന്ന്. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളും ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് സ്കാൻ ചെയ്തും മറ്റ് പരിശോധനകൾ ചെയ്തും കണ്ടുപിടിക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ ശുക്ലത്തിൻ്റെ നിറം വെള്ളയിൽ നിന്നും ചുവപ്പായി മാറാറുണ്ട് ചില സമയങ്ങളിൽ. അതൊരു രോഗലക്ഷണം മാത്രമാണ്. അതായത് അതിനകത്ത് ശുക്ല ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ, വൃഷ്ണങ്ങളിലും പ്രോസ്റ്റേറ്റും അങ്ങനെയൊക്കെ ഉള്ള അവിടെ എന്തെങ്കിലും രക്തക്കോലുകൾക്ക് മുറിവുണ്ടാകുക, ക്ഷതമുണ്ടാകുക, അവിടെ സ്റ്റോൺ ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഇത് ചുവപ്പായി മാറാറുണ്ട്. സാധാരണ ഈ മൂത്രത്തിൽ ഇങ്ങനെ രക്തം വരാറുണ്ട്. അതേപോലെ തന്നെ സെമണിലും രക്തം വരുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് പരിശോധിച്ച് നോക്കണം. പരിശോധിക്കാതെ അത് അവഗണിച്ച് കളയേണ്ട കാര്യമില്ല. ആ സമയത്ത് ശുക്ലത്തിൻ്റെ അളവ് നിറം ചെറുതായിട്ട് മഞ്ഞയായി മാറുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമായിട്ട് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നതിൽ ഈ ചൂട്, അതായത് ഈ കുക്ക്, അതുപോലെയുള്ള ഈ ചൂട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട്. ഈ കളറ് മാറുന്നു എന്ന് പറയുമ്പോൾ ചുവപ്പ് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ആ സമയത്ത് മഞ്ഞയിലേക്ക് വരികയാണെങ്കിൽ അത്ര കുഴപ്പമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയമാണ് ഒരു ദിവസത്തിൽ നമുക്ക് എത്ര തവണ വരെ സ്വയംഭോഗം ചെയ്യാം എന്നുള്ളത്. അയ്യോ, അതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അതായത് ഇത്ര തവണ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൽ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിയായിട്ട് അതിന് ബന്ധമില്ല. പക്ഷേ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുന്നുണ്ട്, സ്വയംഭോഗം ചെയ്യണമെന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ 8-10 തവണ ഒരു ദിവസം ഒരാൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത്യധികമായ ക്ഷീണം ഉണ്ടാവും. മാത്രമല്ല അത് ആ രീതിയിൽ അങ്ങനെ സ്വയംഭോഗം ചെയ്തു പോകാൻ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ 1-2 തവണ അല്ലെങ്കിൽ കൂടിപ്പോയാലും ഒരു 3 തവണയൊക്കെ ചെയ്യുന്നതാണ് നല്ലൊരു ആരോഗ്യ ലക്ഷണം. പിന്നെ ഇത് മാത്രമായി സ്വയംഭോഗം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയേണ്ടതിൻ്റെ ഒരാവശ്യമില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ചില അവസ്ഥകളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള അതിനകത്ത് തൃഷ്ണ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ചിലർക്ക് അതിൽ കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നത് ദിവസവും ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. ഒരു രോഗമാണെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു അഡിക്ഷൻ എന്നൊന്നും അതിനെ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും ശരി, ഇത് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തയോ അങ്ങനെ, അതുകൊണ്ട് ആരോഗ്യപരമായ ദോഷം ഉണ്ടാകുന്നില്ല, ശാരീരികമായിട്ട് വളരെയധികം ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ആനന്ദം ലഭിക്കാനാണല്ലോ ലൈംഗികത. ഇത് അധ്വാനത്തിന് വേണ്ടി മാത്രമായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അതിൽ ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറോസൽ സിൻഡ്രോം എന്ന് പറയുക, PGAS എന്നതിന് പറയുക. അങ്ങനെയുള്ള അസുഖമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
സ്വയംഭോഗം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരാറുണ്ട്. അവർക്കൊരിക്കലും ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് വരില്ല. അവരിങ്ങനെ അവരുടെ യോനി ഭാഗങ്ങളിലും മറ്റും ഇങ്ങനെ ഉരച്ചൊരച്ച് അവിടെ മുറിവുണ്ടാകുന്ന ഭാഗത്തിലേക്ക് എത്തിയാൽ പോലും അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. PGS എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ സാധാരണയായി കാണരുത്. അത് സാധാരണ ഒരു അവസ്ഥയുമല്ല. അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് ഇന്നുവരെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള ചികിത്സയിലേക്ക് ഏതെങ്കിലും സെക്സോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള ചികിത്സ തേടുന്നതാണ് നല്ലത്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീല ചിത്രങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും നീല ചിത്രം കാണുക, അങ്ങനെ സ്വയംഭോഗം ചെയ്യുക, അതൊരു അഡിക്ഷനിലേക്ക് പോകും, പോൺ അഡിക്ഷനിലേക്ക് പോകും. അങ്ങനെ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാധാരണ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഇതിനകത്ത് വരുന്ന കുഴപ്പം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോപ്പമിൻ ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഈ ആനന്ദം നൽകുന്നത്. ആ ചാനൽ വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കും, നീലചിത്രങ്ങൾ മാറ്റി കണ്ടുകൊണ്ടിരിക്കും, ഒരു ടൈപ്പിൽ നിന്ന് മാറി മറ്റൊരു ടൈപ്പിലേക്ക് പോകും, എന്നാലും വീണ്ടും സ്വയംഭോഗം ചെയ്യും. അങ്ങനെ ചെയ്ത് നേരം വെളുക്കുന്നവരെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധം അഥവാ സ്വയംഭോഗം, ഞാൻ ഉദ്ദേശിച്ചത് നീല ചിത്രങ്ങളോ ഒന്നുമില്ലാതെ സ്വയംഭോഗം ചെയ്യുകയാണ്, അവനവൻ്റെ മനോരാജ്യത്തിനനുസരിച്ച് സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരാഴ്ചയിൽ എത്ര തവണ വരെ സ്വയംഭോഗം ചെയ്യുന്നതാണ് നോർമലായിട്ടുള്ളൊരു കാര്യം? സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ലൈംഗികമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് എന്ന് ഞാനതിനെ പറയാം, അതനുസരിച്ചിരിക്കും അത്. ഇപ്പം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ ഒരു 13 വയസ്സിലോ അല്ലെങ്കിൽ 12 വയസ്സിലോ ആണ് സ്വയംഭോഗം ചെയ്തു തുടങ്ങിയെങ്കിൽ അവരുടെ ഈ സ്വയംഭോഗത്തിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കഴിയുമ്പോൾ കൂടി വരും. ഒരു 18-20 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ദിവസവും സ്വയംഭോഗം ചെയ്യുന്നവരുണ്ടാവും. ഒരു ദിവസം തന്നെ 2-3 തവണ സ്വയംഭോഗം ചെയ്യുന്നവരുണ്ടാകാം. അത് പുരുഷനാവട്ടെ സ്ത്രീ ആയിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്വയംഭോഗത്തിന് ഇത്ര തവണയേ ചെയ്യാവുള്ളൂ, ഇത്ര തവണ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ആരോഗ്യവും ആ വ്യക്തിയുടെ മാനസിക നിലയും മറ്റും എല്ലാം കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ശരിയാണ്. പക്ഷേ നോർമലായിട്ട് ആവറേജാണ് ചോദിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 തവണയെങ്കിലും സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. ഒരു ദിവസവും ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഒട്ടും ചെയ്യാതിരിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിലപ്പോൾ ഞാൻ പറയുന്നത് വിവാദമാക്കി എടുത്തേക്കാം. എന്നിരുന്നാലും ശരി, ഒട്ടും സ്വയംഭോഗം ചെയ്യാതെ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ അവരുടെ ലൈംഗിക വളർച്ചയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നല്ല ലൈംഗിക വളർച്ചയ്ക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും സ്വയംഭോഗം ചെയ്തു പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. പിന്നെ വിവാഹത്തിന് ശേഷം ഭാര്യ കൂടെ ഉണ്ടെങ്കിലും സ്വയംഭോഗം ചെയ്യുന്ന ചില പുരുഷന്മാരുണ്ട്, അതുപോലെ ചില സ്ത്രീകളുണ്ട്. അവർ ആനന്ദം അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദം സ്വയംഭോഗം വഴിക്കായിരിക്കും ലഭിക്കുന്നത്. സ്വയംഭോഗത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഫാൻറ്റസിയിലേക്ക് പോകാം. ഒരു കാരണവശാലും ചെയ്യരുതാത്ത സ്വയംഭോഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടാണ്. അതല്ലാതെ അതിനകത്ത് അല്ലാത്ത രീതിയിലുള്ള സ്വയംഭോഗം, ഒരു ചിന്ത, ഒരു മനോരാജ്യത്തിൽ കൂടി സ്വയംഭോഗം ചെയ്യുന്നത് ഒരു തെറ്റുമല്ല, അതുകൊണ്ടൊരു കുഴപ്പവുമില്ല. അതുപോലെ ഡോക്ടറെ, സ്വകാര്യ ഭാഗത്തൊക്കെ ട്രിമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവിങ് സെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷന് ചാൻസ് ഉണ്ടാവും? അല്ല, അവനവൻ മാത്രം ഉപയോഗിക്കുന്ന ഷേവിങ് സെറ്റാണെങ്കിൽ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇൻഫെക്ഷൻ ആ സ്വകാര്യ ഭാഗത്ത് നേരത്തെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫെക്ഷനൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് അവിടുത്തെ രോമങ്ങൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രിം ചെയ്യുകയോ ഷേവ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. പിന്നെ അതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ സോപ്പിട്ട് വൃത്തിയായി അവിടെ കഴുകിയതിന് ശേഷം ഉണങ്ങിയിട്ട്, അതായത് ടിഷ്യൂ പേപ്പർ വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ട്രിം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിച്ച് ഒരു ട്രിമ്മർ ഉപയോഗിച്ച് ചെയ്യരുതെന്നുള്ളതും ഷേവ് ചെയ്ത വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നുള്ളതും നമുക്കറിയാം. അതുപോലെ തന്നെ അവനവൻ്റെ ഇതാണെങ്കിൽ കൂടി ഓപ്പണായി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രഷ് സെറ്റ് അവിടെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ആ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതെപ്പോഴും നമ്മൾ എന്നാ വെച്ചാൽ അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി എന്ന് പറഞ്ഞിട്ട് അത് ക്ലീനാക്കി വയ്ക്കുക. അത് മറ്റൊരു രീതിയിലുണ്ട്, അതിൻ്റെ ക്ലീനാക്കുന്നതിൻ്റെ അവർ തന്നിരിക്കുന്ന ലൈനിയും അതും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ശ്രദ്ധയില്ലാത്ത ഏത് കാര്യം ചെയ്തിപ്പോൾ മുഖത്ത് ചെയ്താൽ പോലും അതിനകത്ത് അണുബാധയിലേക്ക് പോവാം. അതുപോലെ ഡോക്ടറെ, വേറെയും കുറേ പേർക്കുള്ള സംശയമാണ് ഈ പെനട്രേഷൻ നടക്കാതെ തന്നെ ഗർഭിണിയാവുമോ എന്നുള്ളത്. അല്ല, ശുക്ലം യോനിയുടെ ആ ഭാഗത്ത്, അതായത് വൾവയുടെ ആ ഭാഗത്ത് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെനിട്രേഷൻ നടക്കാതെ തന്നെ ഗർഭം ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
അത് ശുക്ലമതിൽ കൂടി ഇറങ്ങിപ്പോയി നനവുള്ള ഏതെങ്കിലും ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ബീജാണുക്കൾക്ക് നീന്തി ഗർഭപാത്രത്തിനുള്ളിലേക്ക് പോകാൻ കഴിയും യോനി വഴിക്ക്. അതുകൊണ്ട് പെനിട്രേഷൻ നടന്നുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പെനിട്രേഷൻ നടക്കാതെ ഗർഭം ധരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ വജേനസ്മസ് പോലുള്ള അവസ്ഥയിൽ വരാറുണ്ട്. വജേനസ്മസിൽ യോനിക്കുള്ളിലേക്ക് കടത്താൻ ആ സ്ത്രീ സമ്മതിക്കില്ല. അതേസമയത്ത് ശുക്ലം അവിടെ ആ യോനി മുഖത്ത് വീഴുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഗർഭം ധരിക്കുകയും ചെയ്യും. ഗർഭം ധരിച്ചതിന് ശേഷം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ അവർ സാധാരണ പ്രസവത്തിനോട്ട് അനുവദിക്കുകയില്ല. ഈ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ സിസേറിയൻ ചെയ്യുന്നതോടുകൂടി അവരുടെ ഇതിൻ്റെ അതായത് കന്യാചർമ്മം ഒന്നും പൊട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അത് ഇൻടാക്റ്റ് ആയിരിക്കും. അവരെ ഞങ്ങൾ വിളിക്കുന്നത് വിർജിൻ മേരി എന്നാണ്. വിർജിൻ മേരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതാണ്. രോഗിക്ക് അതായത് സ്ത്രീക്ക് വജൈനസ്മസ് ഉണ്ട്, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, എന്നാലും അവർ ഗർഭിണിയായി പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് എൻ്റെ കുട്ടിയല്ല എന്ന് ഭർത്താവ് ഒരിക്കലും പറയില്ല. പക്ഷേ ഇവൾ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതിയും വക്കീലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ നിനക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടായെന്ന്. അവിടെയാണ് ഈ അവസ്ഥ അവർ കോടതിയൊന്നും വിലക്കെടുക്കാത്ത ഒരവസ്ഥ വരുന്നത്. ഡോക്ടർ, ഈ സ്വകാര്യ ഭാഗങ്ങളിലുള്ള മുടി നമ്മൾ എത്ര ദിവസത്തിനിടയിൽ ക്ലീൻ ചെയ്യണം? അത് ദിവസവും കുളിക്കുമ്പോൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അത് ട്രിം ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല രീതിയിൽ ആ മുടി അവിടെ ഇരിക്കുന്നത് ഒരഴക് തന്നെയാണ്. അത് പ്രൊട്ടക്ഷനുമാണ് മറ്റ് രീതിയിൽ. പിന്നെ ഇത് നീക്കം ചെയ്യണമെന്നുള്ളവർ നീക്കം ചെയ്തോട്ടെ, നീക്കം ചെയ്തേ പറ്റുമെന്നുള്ളൊരു നിർബന്ധമൊന്നും അതിനകത്തില്ല. പക്ഷെ അത് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ പേന് മുതൽ മറ്റണുവാദം വരെ എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഡോക്ടറെ, ഒരു പുരുഷന് സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിംഗത്തിൻ്റെ നീളം എത്രത്തോളം വേണമെന്നുള്ളതാണ്? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിൽ ഇന്നത്തെ ഈ നീല ചിത്രങ്ങളൊക്കെ വന്നതോടുകൂടി അതിലെ ലിംഗവും അതിലെ യോനിയും ഒക്കെ കണ്ടിട്ട് അത് വെച്ചിട്ട് എന്നാ വെച്ചാൽ സ്ത്രീയുടെ കൺസെപ്റ്റും മാറി, പുരുഷൻ്റെ കൺസെപ്റ്റും മാറി. ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന പല ആൺകുട്ടികളും അതായത് വിവാഹത്തിന് മുമ്പ് വരുന്ന സാർ നീളം കുറവാണെന്നുള്ള പരാതിയായിട്ട് വരും. ഞങ്ങളത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് സാധാരണ ഒരു പുരുഷന് വേണ്ടതിൻ്റെ നീളമുണ്ട്, വണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നീലച്ചിത്രങ്ങളിൽ കണ്ട ലിംഗവുമായിട്ടാണ്. അതിന് യാതൊരു ലോജിക്കുമില്ല. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ തലയിലേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരുടെ ആരെങ്കിലും ലിംഗം കണ്ടിട്ടുണ്ടാവും, അതുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇതിനകത്തില്ല. പിന്നെ ഇതിനൊരു സമത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഓരോ പുരുഷൻ്റെയും ലിംഗം ഓരോ രീതിയിലാണ്, അതിന് നീളവും വണ്ണവും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലാണെങ്കിൽ 2.5 ഇഞ്ച് നീളമുണ്ടെങ്കിൽ യോനിക്കുള്ള ജി പോയിൻ്റ് അവിടെയാണ്. ആ ജി പോയിൻ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീക്ക് സുഖം ലഭിക്കും, ലൈംഗികമായിട്ടുള്ള സംതൃപ്തി വയ്ക്കും. അപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ നീളം എത്രത്തോളം വേണമെന്ന് പറഞ്ഞിട്ട് 2.5 ഇഞ്ച്, അവർ 5 അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ എന്ന് കൂട്ടുക. 6 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അത് ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റും. പക്ഷേ സ്ത്രീയുടെ കൺസെപ്റ്റ് മറ്റൊന്നാണ്. അത് ഇത് പോരാ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വിവാഹമോചനത്തിലേക്കും കലഹത്തിലേക്കും വരാറുണ്ട്. ഞങ്ങൾക്ക് ആ രീതിയിൽ പല സ്ത്രീകളും വന്നിട്ട് ഭർത്താവിൻ്റെ ലിംഗം അടിയിൽ തട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അടിയിൽ തട്ടുന്നില്ല എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സെർവിക്സ് ആയിരിക്കാം, അതായത് ഗർഭാശയ മുഖത്ത് തട്ടുന്നില്ല എന്നുള്ളത്. ആ കൺസെപ്റ്റൊക്കെ വരുന്നത് ഈ ഇൻ്റർനെറ്റിൽ നിന്നും ഇതിൽ നിന്നൊക്കെയാണ്. ശരിക്കുള്ള ലൈംഗിക സുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മതി. ആ 2.5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ കൂട്ടിക്കോളൂ, അത്രയൊക്കെ മതി, 6 സെൻറ്റിമീറ്ററോളം മതി. എന്നാൽ ഈ നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലഹങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുരുഷൻ്റെ ലിംഗത്തിനെക്കുറിച്ചുള്ള ആകുലത ഇപ്പോഴൊന്നും അല്ല, വളരെ ചരിത്രാതീത കാലം മുതൽ അത് തുടങ്ങിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഈജിപ്ഷ്യൻ മെഡിസിനിൽ വരെ കാണുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ ലിംഗത്തിൻ്റെ നീളം കൂടും, അങ്ങനെയുള്ള ഒത്തിരി കൺസെപ്റ്റ് കാണുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഈ വ്യാകുലത കാലാകാലങ്ങളോളം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ ഡോക്ടറെ, ലിംഗത്തിൻ്റെ നീളം കുറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺസേൺ ആണിത്. ലിംഗത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നുള്ളത്? അല്ല, അങ്ങനെയല്ല. ലിംഗത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ശരിക്കും പരിശോധന നടത്തിയിട്ട് ഇത് കുറഞ്ഞതാണോ കൂടുതലാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞോണ്ടും താരതമ്യം ചെയ്തിട്ടല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ലിംഗത്തിൻ്റെ നീളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ശസ്ത്രക്രിയ വഴിക്ക് അതിന് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. അതായത് ചില മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. പക്ഷേ
സാധാരണഗതിയിൽ ഒരു 2.5 ഇഞ്ച് നീളം ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഇനി ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനുള്ള പോരായ്മ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ദൃഢത കുറച്ച് കുറയുന്നതായിട്ടാണ് കാണുക. ഒരു ലിഗമെൻറ്റ് കട്ട് ചെയ്തിട്ട് അതല്പം പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഇനി ഭാവിയിലേക്ക് അതിനകത്ത് ലിംഗത്തിൻ്റെ നീളം കൂട്ടാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ വന്നുകൂടായില്ല. ഏതായാലും തൽക്കാലം ഇപ്പം അങ്ങനെ ഒരു മാർഗ്ഗമില്ല. ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ലിംഗത്തിൻ്റെ നീളം വർദ്ധിക്കുകയൊന്നുമില്ല. പിന്നെ ഹോർമോൺ കുറവോ അങ്ങനെ വല്ലതും ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഗുളികകൾ വല്ലതും കഴിച്ചാൽ ആ ഹോർമോണിൻ്റെ പരിഹാരം ഉണ്ടാകുകയും ദൃഢത അതിന് കൂടുതലായിട്ട് വരികയും ചെയ്യും. പിന്നെ വണ്ണത്തിൻ്റെ കാര്യത്തിൽ അതിന് ശസ്ത്രക്രിയയുണ്ട്. അത് എത്ര വേണമെങ്കിലും വണ്ണം കൂട്ടാൻ കഴിയും. അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ലെങ്കിലും ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ വണ്ണം പോരാ എന്ന് പറഞ്ഞു വരുന്നതിന് അതിൽ അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. കാരണം യോനിയെ സംബന്ധിച്ചിടത്തോളം അതിന് എത്രത്തോളം വേണമെങ്കിലും ചുരുങ്ങാൻ കഴിയും, എത്രത്തോളം വേണമെങ്കിലും വികസിക്കാൻ കഴിയും. ഒരു കുട്ടിയുടെ തല അതിനകത്ത് പോരുകയും അതിൽ കൂടി പോരുകയും ചെയ്യും. ഒരു ചെറുവിരൽ പോയിട്ടൊരു മുട്ടുസൂചി പോലും കടത്താൻ പറ്റാത്ത രീതിയിൽ അതിന് ടൈറ്റായി നിൽക്കാനും കഴിയും. അതാണ് അതിൻ്റെ ഗുണം. ഡോക്ടറെ, ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ശരാശരി എത്ര സമയം വരെ ബന്ധപ്പെടാൻ കഴിയും? അതിന് ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ടൊന്നും അതിനങ്ങനെ ബന്ധമില്ല. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശുക്ലം പുറത്തേക്ക് പോകുന്നതിന് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 3/4 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ലിംഗം ചിലർ തളർന്നു പോകാറുണ്ട്. എന്നാലും ദൃഢതയോടുകൂടി ലിംഗം നിൽക്കുന്നതും അങ്ങനെ അരമണിക്കൂറൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്ന ചില പുരുഷന്മാരുണ്ട്. എത്രത്തോളമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരത്തിലുള്ളൂ, സ്ത്രീക്ക് രതിമൂർച്ച വരുന്നത് വരെ മാത്രമേ ബന്ധപ്പെടേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ വേദനയുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ചെയ്യുക. അപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 മിനിറ്റ് കൊണ്ട് അവർക്ക് രതിമൂർച്ച ഉണ്ടാകും. ചിലർക്ക് 3 മിനിറ്റ് കൊണ്ട് രതിമൂർച്ച ഉണ്ടാകും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഏറെക്കുറെ എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകാറുണ്ട്. യോനിക്കുള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് ഞാനീ പറയുന്നത്. അതിൽ വളരെ അപൂർവമായിട്ട് ചില സ്ത്രീകൾക്ക് 15 മിനിറ്റ് 20 മിനിറ്റും ഒക്കെ വരാറുണ്ട്. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് എത്രത്തോളം സമയം ആരോഗ്യവാനായ പുരുഷന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായൊരു ഉത്തരമില്ല. പലർക്കും പല രൂപത്തിലാണ്. അത് ആരോഗ്യം എന്ന് പറയുന്നത് ഏത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ന്യൂറോണൽ സ്റ്റാറ്റസ് മാത്രമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതും ആരോഗ്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു രീതിയിൽ ആ ചോദ്യത്തിൽ ചോദിക്കും, ഒരു പുരുഷന് എത്ര മിനിറ്റ് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള ചോദ്യമാണെങ്കിൽ അത് വളരെ അപൂർവ ആൾക്കാർക്ക് 1 മണിക്കൂർ വരെയൊക്കെ ബന്ധപ്പെടാൻ കഴിയും. വളരെ അപൂർവ ആൾക്കാർക്ക്. പക്ഷെ അതും അതിന് വ്യക്തമായ ഡേറ്റകളോ തെളിവുകളോ ഒന്നുമില്ല. അങ്ങനെ ബന്ധപ്പെടുന്നതിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ നീലച്ചിത്രങ്ങളിലൊക്കെ കാണുന്ന 1.5 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ്, അതല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്നതല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 10-30 ആൾക്കാർ ഒരുമിച്ചിടിച്ച് വീഴ്ത്തും. യഥാർത്ഥ ജീവിതത്തിൽ അവർക്കൊരു ഒറ്റയാളുമായിട്ട് നേരിടാനുള്ള കഴിവും ഉണ്ടാവില്ല. അത് ബ്ലൂ ഫിലിമിൽ കാണുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഇതിനകത്തെ യഥാർത്ഥ പ്രശ്നം. അതുപോലെ ഡോക്ടറെ, സെക്സിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദന അതൊക്കെ നോർമൽ തന്നെയാണോ? അല്ല. സ്ത്രീകൾക്ക് ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുമെന്നൊക്കെ ചിലർ പറയും. അത് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ വേദന ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വളരെ അപൂർവം സ്ത്രീകൾക്കൊരു പേടി ഉണ്ടാകുമ്പോൾ യോനി സങ്കോചിച്ച് നിൽക്കും. അപ്പോൾ യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാകും. അതേസമയത്ത് തൻ്റെ പാർട്ട്ണർ ശരിയായ സ്റ്റിമുലേഷൻ നടത്തി അതിനകത്ത് ക്ലൈറ്റോറിയൽ സ്റ്റിമുലേഷനും മറ്റും നടത്തി യോനിക്കുള്ളിലേക്ക് വിരലിട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് പിന്നീട് ലിംഗം ഉള്ളിലേക്ക് കിടത്തുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഒരു വേദന ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേദന ഉണ്ടാകുകയാണെങ്കിൽ, അതായത് സ്വാഭാവികമായിട്ട് ഉള്ളൊരു ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദന വരുന്നുവെന്ന് പറഞ്ഞാൽ അവർക്ക് അണുബാധ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഗർഭപാത്ര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുക. ഗർഭപാത്രം താഴോട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അണുബാധ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് ലൂബ്രിക്കേഷൻ വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ വേദനയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അവരെ ക്ലൈറ്റോറിസും മറ്റും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത്ര സ്റ്റിമുലേഷൻ വരുന്നുണ്ടോ, ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കൽ. അങ്ങനെ ദ്രാവകം വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് അണുബാധയാണ്. അത് സ്വാബ് ടെസ്റ്റും മറ്റും വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ.
ഡോക്ടറെ, ലൂബ്രിക്കേഷൻ ആവശ്യത്തിന് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് മാനസികമായിട്ടൊരു സ്ത്രീ തയ്യാറായാൽ മാത്രമേ ലൂബ്രിക്കേഷൻ ഉണ്ടാകുകയുള്ളൂ. അപ്പം മാനസികമായിട്ടൊന്നും ഇഷ്ടമില്ലാത്തൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ഹോർമോൺ ഉണ്ടാകാതിരിക്കുക, അതായത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുക. പിന്നെ ചിലപ്പോൾ അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകാതെ വരും. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വ്യക്തികളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ ശരിക്കുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാവുള്ളൂ. അത് പരസ്പര ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ. ഡോക്ടറെ, കുറേ പേർക്കുള്ള സംശയം തന്നെയാണിത്. ഒരു ദിവസം പരമാവധി എത്ര തവണ വരെ ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളത്. അയ്യോ, അതിനങ്ങനെ കണക്കൊന്നുമില്ല. നേരത്തെ സ്വയംഭോഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം 5-6 തവണ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് ഒരു ദിവസം ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് റീഫ്രാക്റ്ററി പീരീഡ് ഉണ്ടാവും. അവർക്ക് നാളെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമാണ് ബന്ധപ്പെടാൻ കഴിയുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ശരി, സാധാരണ അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ അവർ 3, 4, 5 തവണയൊക്കെ ബന്ധപ്പെടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രീക്വൻസി കുറഞ്ഞു വന്നിട്ട് ആഴ്ചയിൽ 1, 2 ഒക്കെ ആയി മാറാറുണ്ട്. അതിനുശേഷം പിന്നെ എന്നാണെന്ന് ചിലപ്പോൾ അതിലും കുറഞ്ഞ ഫ്രീക്വൻസിയിലേക്കും പോകാറുണ്ട്. പൊതുവെ ആരോഗ്യമുള്ളൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 3 തവണയെങ്കിലും ബന്ധപ്പെടുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതിന് സെക്സോളജിസ്റ്റിനെ കാണിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഡോക്ടറെ, സ്ത്രീകൾക്ക് ഓർഗാസം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് സാധാരണയായിട്ട് അതെ, കാണാമോ? ഡിസോർഗാസ്മിയ എന്ന് പറയുന്ന ഒരു 30% സ്ത്രീകൾക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതകാലത്തിൽ അവർക്ക് ഓർഗാസം ലഭിക്കില്ല. അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടും, കുട്ടികളുണ്ടാവും. എന്നിരുന്നാലും ശരി, രതിമൂർച്ച എന്ന് പറയുന്നത് അഥവാ ലൈംഗിക ബന്ധത്തിൽക്കിടെ വരുന്നതിന് ഒരു അനുഭൂതി ഉണ്ടാവില്ല. ഇതിന് ഹോർമോൺ സംബന്ധമായ കാരണങ്ങളുണ്ട്, ന്യൂറോണലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി വളർന്നു വന്നിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അതും ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ഡിസോർഗാസ്മിയയുടെ ചികിത്സ നടത്തുകയാണ് വേണ്ടത്. മിക്കപ്പോഴും ഡിസോർഗാസ്മിയ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. കാരണം യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ചിലപ്പോൾ ഒരു 5-6 മിനിറ്റേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓർഗാസം ഉണ്ടായി വരും. ഞങ്ങളിവിടെ അതിന് ബയോതെസ്മിയോമെട്രി എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓർഗാസം ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓർഗാസം ഉടലെടുക്കുന്നതായി കാണാം. ആ രീതിയിൽ പിന്നെ അവർക്കത് കുറച്ച് നിന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഓർഗാസത്തിലേക്ക് പോകാൻ കഴിയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഓർഗാസം ഇല്ല എന്നുള്ളത്, ഓർഗാസം ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അത് ചികിത്സിക്കാൻ ഭർത്താക്കന്മാർ തയ്യാറാവില്ല. തയ്യാറാകുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, തയ്യാറാകാറില്ല. അങ്ങനെ തയ്യാറാകാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഒരു അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തയ്യാറാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിലൊരു നല്ല ശതമാനത്തിന് പ്രയോജനം ലഭിക്കാറുമുണ്ട്. ഡോക്ടറെ, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ലൈംഗിക താല്പര്യം കൂടുതലാണോ? അതിൽ പൊതുവായ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഇതിനൊരളവ് പോലില്ല അങ്ങനെ. അതായത് നമ്മളിപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരളവ് പോലും വെച്ചിട്ട് സ്ത്രീക്കാണോ പുരുഷനാണോ ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതൽ, അത്തരം ഒരു ഞങ്ങളുടെ ഇവിടെ ക്ലിനിക്കിൽ ഇവിടെ കൊണ്ട് സ്വൈര്യം കെട്ടെന്നും പറഞ്ഞ് ചില പുരുഷന്മാർ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെ അവർക്ക് ലഭിക്കുന്ന ആനന്ദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വന്നിട്ടൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. പിന്നെ ഒരു പ്രായത്തിൻ്റെ ഘടകമുണ്ട്. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തിൻ്റെ ഘടകമുണ്ട്. പീരീഡ് അടുക്കാറാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് നല്ല ലൈംഗിക താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പീരീഡിൻ്റെ സമയത്തും ചില സ്ത്രീകൾക്ക് നല്ല ലൈംഗിക താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ പീരീഡുമായിട്ട് അതിനകത്ത് ബന്ധമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് അളവ് പോലും വെച്ചിട്ടാണ്, പുരുഷന് പീരീഡ് ഇല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇതിൽ നടക്കില്ല. അപ്പോൾ ആർക്കാണ് കൂടുതൽ ലൈംഗിക താല്പര്യം, സ്ത്രീക്കാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ലൈംഗിക താല്പര്യം രണ്ടു കൂട്ടർക്കും ഉണ്ട്. പക്ഷേ അത് ഒതുക്കി പിടിച്ച് വയ്ക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്, പുരുഷനതില്ല. അതുകൊണ്ടാണ് പുരുഷന് ആക്രാന്തം കാണിച്ച് അവിടെ എവിടെയും പോയിട്ട് ജയിലിൽ കയറി കിടക്കണ പരിപാടികൾ ഓരോന്നാണ് കാണിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതലെന്നോ ആഗ്രഹം കൂടുതലെന്നോ പറയുന്നതിൽ തെറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദം ലഭിക്കുന്നത് ലൈംഗികതയ്ക്കിടെയാണ്. പുരുഷന് മറ്റു പല സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചാണ് പറയുന്നത്, മറ്റു പല കാര്യങ്ങൾ കൂടി ആനന്ദം ലഭിക്കാമോ, അല്പം വെള്ളം അടിച്ചിട്ട് കറങ്ങി നടക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ ഇത് കാലഘട്ടം മാറിയുകൊണ്ട് പല രീതിയിൽ അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ കൂടെ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് നമ്മളതിനെ ഒരു കണക്ക്, അതായത് ഇന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും കഴിയില്ല. സ്ത്രീക്ക് ലൈംഗികത കൂടുതലും പുരുഷന് ലൈംഗികത കുറവാണെന്ന്. ഏതൊരു മലയാളം പാട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം എന്നെങ്ങാണ്ടും പറഞ്ഞ്. ഈ പാട്ടൊക്കെ എഴുതിയ കവികളുടെ ഭാവനയൊക്കെ ആയിട്ട് വെച്ചിട്ട് ശാസ്ത്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. സ്ത്രീക്കാണോ പുരുഷനാണോ ലൈംഗിക ആഗ്രഹം കൂടുതൽ, താല്പര്യം കൂടുതൽ എന്നൊക്കെ ചോദിച്ചാൽ അതിലെനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഏതായാലും ഞങ്ങൾക്ക് അത്ര കേസുകൾ വരാറുണ്ട്. അതായത് ഇവളെ കൊണ്ട് സ്വൈര്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകളെ പിടിച്ചുകൊണ്ട് അപ്പോൾ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതായത് ഭർത്താവിൻ്റെ പോരായ്മയാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് വേണ്ടത്ര ലൈംഗികത ഇദ്ദേഹം നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ, ഈ പുൾ ഔട്ട് മെത്തേഡില്ലേ, അത് സുരക്ഷിതമാണോ? അതായത് ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പുൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നല്ല മൂർധന്യ അവസ്ഥയിൽ വന്നിട്ട് പുൾ ഔട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ അതിനപ്പുറം തന്നെ ശുക്ലബോധത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകുമല്ലോ എന്ന് പറയാൻ നമുക്ക് ആ ടൈമിൽ, അതായത് ആ മൂർധന്യ അവസ്ഥയിൽ നമുക്ക് അത്രയും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പുൾ ഔട്ട് മെത്തേഡ് സുരക്ഷിതമാണ്. ശുക്ലം പോകുന്നതിനിപ്പുറം ലിംഗം പിൻവലിക്കാൻ കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണ്. പക്ഷെ അതിന് മുമ്പും ചിലപ്പോൾ ശുക്ലം പുറത്തിട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയില്ല. പുൾ ഔട്ട് മെത്തേഡ് ഒരു മെത്തേഡാണ്, പക്ഷേ അത് ആ രീതിയിൽ സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഡോക്ടർ, അതുപോലെ പലർക്കുള്ളൊരു സംശയമാണ്, പീരീഡ് സമയത്ത് സെക്സ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നുള്ളത്. പീരീഡ് സമയത്ത് സെക്സ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഗർഭം ധരിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ സുരക്ഷിതത്വമാണെങ്കിൽ ഗർഭം ഒരു കാരണവശാലും ധരിക്കില്ല, അത് സുരക്ഷിതത്വമാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് പീരീഡ് സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല. അവിടെ പ്രശ്നങ്ങളൊന്നും രണ്ടു പേർക്കും താല്പര്യമുണ്ടെങ്കിൽ, ഒരാൾക്ക് താല്പര്യമുണ്ട് മറ്റേ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യരുത്. പിന്നെ അതൊരു വൃത്തികെട്ട രീതിയാണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് തെറ്റാണോ എന്നും ചോദിച്ചാൽ അത് മതപരമായ കൺസെപ്റ്റൊക്കെ പലതും ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പീരീഡ് സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രണ്ട് വ്യക്തികൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവരങ്ങ് ബന്ധപ്പെടുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, നമ്മൾ മൊബൈൽ അധികമായിട്ട് ഉപയോഗിക്കുന്നത് ലൈംഗിക ശേഷി കുറയ്ക്കുമോ? അല്ല, ഇത് ഏത് രീതിയിൽ അതിൻ്റെ റേഡിയേഷൻ വഴിക്കാണോ കുറയ്ക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ബാധിക്കുമോ? അതൊക്കെ വളരെ എന്നാ വെച്ചാൽ സാധ്യത കുറവുള്ള കാര്യമാണ്. പിന്നെ മൊബൈൽ അധികമായിട്ട് അതിനകത്ത് തന്നെ കുത്തിയിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലായാലും ഈ IT ഫീൽഡിലുള്ള മിക്കവർക്കും ലൈംഗികത വളരെ ഇല്ലാണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ വേറെ രീതിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിനിൽ ലൈംഗികതയുടേതായ ചില കേന്ദ്രങ്ങളുണ്ട്. അതിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കാത്തൊരവസ്ഥയായിരിക്കും ഈ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ. അതിപ്പോൾ എന്നും ഇങ്ങനെ എന്നാ വെച്ചിട്ട് ഡിറ്റക്റ്റീവ് സിനിമയും ഹൊറർ സിനിമയും മാത്രം കാണുന്നവന് അവന് കണ്ണു തുറന്ന് പുറത്തേക്ക് വരുമ്പോഴും സാധാരണ ലോകമല്ല അവൻ കാണുന്നത്, എല്ലാത്തിനും ആ രൂപത്തിലായിരിക്കും കാണുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള തകരാറില്ലാതെ റേഡിയേഷൻ വഴിക്കോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഇതൊക്കെ കുറേ വരട്ട് തത്വവാദം എന്ന് പറയുന്നതാണ്. ചുമ്മാ ഒരു ഫിലോസഫി അടിച്ചേൽപ്പിക്കണം. മൊബൈൽ ഉപയോഗിച്ചാൽ ലൈംഗികത കുറയും. മൊബൈൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അധികമായി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കണ്ടിരുന്നുകൊണ്ട് നിരന്തരം യൂട്യൂബ് മാത്രം കാണുകയാണെങ്കിൽ ലൈംഗികതയിലേക്ക് വരില്ല. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്നും കമ്പ്യൂട്ടർ തുറന്നിട്ടിരുന്നിട്ട് എന്നാ വെച്ചിട്ട് അതിനകത്ത് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് മാനേജർമാർ, IT ഫീൽഡ് അവരെല്ലാം ചിന്തകൾ മാറിപ്പോവുകയാണ്. അതായത് അവരുടെയൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വേറെ, എപ്പോഴും മാനേജർക്ക് ടാലി ആയാലേ സമാധാനമാവുള്ളൂ. അതുപോലെ തന്നെ IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്, അത് ആ പ്രൊജക്റ്റ് തീരുന്നവരെ അവന് വെപ്രാളാണ്. അങ്ങനെ വരുമ്പോൾ ലൈംഗികത ഉണ്ടാവില്ല. അതിൻ്റെ കുറ്റം മൊബൈലല്ല, നമ്മൾ എത്രത്തോളം സമയം ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടറെ, സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയും? അതിനകത്ത് സാധാരണഗതിയിൽ നമുക്ക് ഒരു കാര്യം പറയാം, ആൻറ്റി ഓക്സിഡൻസ് ഉള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളും അതിനകത്ത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മുരിങ്ങയില, അതുപോലെ ചീരയില, ഉറുമാമ്പഴം, പിന്നെ ഈന്തപ്പഴം, ഇത്തരം ബദാം പരിപ്പ്, വാൾനട്ട്, ഇതൊക്കെ കൂടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കാനും അതിനുമൊക്കെയുള്ള ഗുണം ചെയ്യാറുണ്ട്. പിന്നെ കഴിക്കരുതാത്ത കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് അത്ര ഗുണം ചെയ്യുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഗുണം ചെയ്യുന്ന കാര്യമല്ല. കൊക്കക്കോള മിറാണ്ട അങ്ങനെയുള്ള ആ ബീവറേജസ് ഗണത്തിൽപ്പെട്ട ഒന്നും ഗുണം ചെയ്യില്ല. പിന്നെ അതുകൂടാതെ തന്നെ മദ്യവും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ സ്റ്റാമിന വർദ്ധിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കണം.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വ്യായാമവും ചെയ്യണം. വ്യായാമം ചെയ്യാതെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ, ഇപ്പോൾ പുകവലിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ പുകവലി നമ്മുടെ ലൈംഗികതനെ എങ്ങനെയാണ് ബാധിക്കുക? അയ്യോ, പുക വലിച്ചാൽ ലൈംഗികത ഇല്ലാതെയാവും, അതിനകത്ത് ഒരു സംശയമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ ചെറിയ രക്തക്കൊള്ളുകളെ അടച്ചു കളയും. നിക്കോട്ടിൻ്റെ ഒരു പ്രത്യേകത അതാണത്. അത് മാത്രമല്ല, പുക വലിക്കുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിനെ അത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഹോർമോണുകളും സ്റ്റിമുലേഷൻസും ഒക്കെ സ്ലോ ആവും. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നുണ്ട്, ന്യൂറോണൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ പുകവലിക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, ക്യാൻസറും ലങ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ലൈംഗികതയെ ബാധിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ പെട്ടെന്ന് അടയും. അതിൻ്റെ എൻഡോത്തീലിയം അത് തകരാറിലാക്കും. അപ്പോൾ അത് ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ബന്ധം ഇതിൽ ഏർപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇനി ഒരു കാര്യം കൂടെ പറയാം. പ്രമേഹമുള്ള ഒരു വ്യക്തിയോ പ്രഷറുള്ള ഒരു വ്യക്തിയോ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയോ പുകവലിക്കുകയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. അവരുടെ ലൈംഗിക ശേഷി മാത്രമല്ല, അവരുടെ അസുഖം പെട്ടെന്നങ്ങ് മൂർച്ചീകരിക്കും. അതുപോലെ തന്നെ ലൈംഗിക ശേഷി വല്ലാതെ ഇല്ലാതെയാവും. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാശ് കൊടുത്തിട്ട്, അത് പണം കൊടുത്തിട്ട് പാമ്പിനെ വാങ്ങുക എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പുകവലിക്കുന്നത്. ഇത്രയല്ല, ഇത് മറ്റു മദ്യം പോലെയൊന്നുമല്ല. ഇതെപ്പോഴും നമുക്ക് പോക്കറ്റിൽ കൊണ്ട് കിടക്കാം. മദ്യമാണ് നമ്മളൊരു സ്ഥലത്ത് പോകണം. അപ്പം ഇതിനൊരു നിയന്ത്രണം കിട്ടില്ല. ഒരിക്കൽ വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വലിക്കാൻ ഇങ്ങനെയുള്ള ഒരു പ്രവണത വരും. പിന്നെ അത് അവസാനം മറ്റേ ടി വിയിൽ പറയുന്നോണം പുകവലി ഹൃദ്രോഗം ഉണ്ടാക്കുമെന്നല്ല, പുകവലി നിങ്ങളുടെ ലൈംഗിക ശേഷി തകർക്കും, നിങ്ങളുടെ കുടുംബം ഇല്ലാതാക്കും. അതായത് ഒരു കുടുംബം എന്ന് പറയുന്ന ഇല്ലാതാക്കും. പിന്നെ പുകവലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് അലസത വരും, വരുമാനത്തിൽ മാറ്റം വരും. അതുകൊണ്ട് പുകവലി ഒരു രീതിയിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള ബോർഡ് വയ്ക്കുകയല്ല വേണ്ടത്, ഈ സാധനം കംപ്ലീറ്റ് നിരോധിക്കുക വേണ്ടത്. ഡോക്ടറെ, ടെസ്റ്റോസ്റ്റെറോൺ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മൾ സാധാരണ ഇതിൽ ആഹാരത്തിൽ കൂടെ വർദ്ധിപ്പിക്കാം, വ്യായാമം വഴിക്കും വർദ്ധിപ്പിക്കാം. പിന്നെ ടെസ്റ്റോസ്റ്ററോൺ തീരെ ഇല്ലാത്ത വ്യക്തിയല്ല, സാധാരണ ഇതിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള വ്യക്തികൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുളികകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അശ്വഗന്ധ, അതുപോലെ തന്നെ നായ്ക്കൊർണപ്പൊടി. ഇതിലൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ള ഇതുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പോമിഗ്രാനേറ്റ്, കാരക്കായ, ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. മത്സ്യവും മാംസവും ഇതിനകത്ത്, മത്സ്യത്തിലൊക്കെ നല്ലവണ്ണം ഉണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വ്യായാമം കൂടെ ചെയ്താൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഒരു വ്യായാമം ചെയ്യാതിരിക്കുന്ന വ്യക്തിക്ക് ടെസ്റ്റോസ്റ്ററോൺ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാരണം ഫാറ്റ് വന്നിട്ട് അടഞ്ഞു പോകും. അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ നല്ലതാണ്. മുരിങ്ങയില നല്ലതാണ്, അങ്ങനെയുള്ള എല്ലാം നല്ലതാണ്, പച്ചക്കറികളെല്ലാം നല്ലതാണ്. പിന്നെ പാക്കഡ് ഐറ്റംസ് കഴിയുന്നതും കഴിക്കാതിരിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന കെമിക്കൽസും കാര്യങ്ങളൊക്കെ ദോഷം ചെയ്യും. ഇനി വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ലെവല് നോക്കുകയാണെങ്കിൽ അത് രാവിലെ ഒരു 10-11 മണിക്കുള്ളിൽ നോക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. വെറും ടെസ്റ്റോസ്റ്ററോൺ മാത്രം നോക്കിയിട്ട് ലൈംഗികതയെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊരു സെക്സോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലത്. ഡോക്ടറെ, ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സത്യം പറയട്ടെ, അലസതയാണ്. ഒരു വ്യക്തി ഒന്നിനും താല്പര്യമില്ല, ലൈംഗികതയല്ല, ലൈംഗികത ഇങ്ങനെ എന്തിനാ ഒന്നിനും കൊള്ളില്ലാത്തതിനെ പോലെ മണം അങ്ങ് ഇരിക്കുക. അതുപോലെ തന്നെ വീർത്തു വരിക, ശരീരം വീർത്തു വരിക, തടി വയ്ക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ക്ഷീണം അനുഭവപ്പെടുക, ഉറക്കം വേണ്ടത്ര രീതിയിലില്ലാതെ വരിക, ചിന്തിക്കാനുള്ള കഴിവില്ലാണ്ടാകുക, ഒരു വർക്കൗട്ട് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 4x3 എന്ന് പറഞ്ഞാൽ നമ്മൾ 12 ഉത്തരം പറയും. അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥ എത്തുക. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഒരു ലൈംഗിക ഹോർമോണല്ല, മസിൽ പവർ ഇല്ലാണ്ടാക്കും അത്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ക്ഷീണം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള ഒരാളെ കണ്ടാൽ അറിയാം, അവൻ്റെ ശരീരഘടന തന്നെ മാറിയിട്ടുണ്ടാവും, ഒരു വീപ്പക്കുറ്റി പോലെ ആയിട്ടുണ്ടാവും. അതാണ് ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാണ്ടാവും. ഡോക്ടറെ, ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അത് സാധാരണ ഇതിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നൊരു വ്യക്തിക്ക് അലസതയാണ് കാണപ്പെടുക. അതായത് ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. നമ്മൾ ധരിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക ഹോർമോണാണ്, അങ്ങനെയല്ല. ബോഡി ബിൽഡിങ്, അതായത് നല്ല മസിൽ പവർ, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവ്, നല്ല ഉറക്കം ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങളൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വീപ്പക്കുറ്റി പോലെ ഉണ്ടാവും. അത് മാത്രമല്ല ആ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു കയറ്റം കയറാൻ കഴിയില്ല, പെട്ടെന്ന് അണയ്ക്കും, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്തൊരു വ്യക്തിയെ കണ്ടറിയാം, ശാരീരികമായിട്ട് വീർത്ത് ഒരു കൊടുത്തു വന്നിരിക്കും. അപ്പോൾ അവൻ നല്ല എക്സസൈസൊക്കെ ചെയ്ത് അവൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയിലേക്ക് വരണം. അല്ല, ലൈംഗികമല്ല അതിനകത്തെ പ്രശ്നം, ശരീരം തന്നെ അപകടത്തിലാക്കുന്നതാണ് ടെസ്റ്റോസ്റ്ററോൺ ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് മസിൽ പവർ തീരെ ഇല്ലാണ്ടാവും. ഡോക്ടറെ, തടി വല്ലാതെ കൂടുന്ന സമയത്ത് സ്റ്റാമിന കുറയുമോ? തീർച്ചയായിട്ടും കുറയും. തടി കൂടുമ്പോൾ സ്റ്റാമിന കുറയുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, തടി കൂടുമ്പോൾ രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവും, അതുപോലെ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന അതിനകത്ത് കുറയും. ഇനി തടി കൂടുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ കൂടി അതിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ തടി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രമേഹത്തിലേക്ക് പോകാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ തടി കൂടുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ല. തടി കൂടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അവർക്കതിന് കിതപ്പ് അനുഭവപ്പെടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ താല്പര്യവും കുറയും. ഡോക്ടർ, ലിംഗം വലുതാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ സഹായിക്കുമോ? ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പണം ചെലവഴിക്കേണ്ട കാര്യമില്ല. ലിംഗം വലുതാക്കുക, അതിൻ്റെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈലൂറിനിക് ആസിഡ് അങ്ങനെയൊക്കെയുള്ള പല മാർഗങ്ങളും ഇന്നുണ്ട്. ഇതൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് വല്ല ഗുണവും കിട്ടാനാണോ, അത് തന്നെ ഇത് പ്രദർശന വസ്തു അല്ലല്ലോ, ഗപ്പൊന്നും കിട്ടാനില്ലല്ലോ. ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ മാത്രമല്ലേ ഇത് ഉപയോഗിക്കപ്പെടുകയുള്ളൂ. അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള വണ്ണവും നീളവും ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശസ്ത്രക്രിയയുണ്ട്, അതുപോലെ തന്നെ ചില ഗുളികകൾ ഏതെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് അതിനകത്ത് നീളം വരുമോ വണ്ണം കൂടുമോ എന്നൊക്കെ പറഞ്ഞ് ഈ ബ്ലൂ ഫിലിമൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരസ്യം വരും. ഇതാ 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച്, ചുമ്മാ വെറുതെ മനുഷ്യനെ പറ്റിക്കുകയാണ്. അതിനകത്ത് ഒരു കാര്യവുമില്ല, അങ്ങനെ നടക്കാനും പോണില്ല. പിന്നെ ഹോർമോൺ കുറവോ വല്ലതുമാണെങ്കിൽ ഹോർമോണിൻ്റെ ചികിത്സയൊക്കെ ചെയ്യുന്നത് അതാത് പ്രായത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രായമായി കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ കിടന്നുകൊണ്ട് ശസ്ത്രക്രിയ അല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഡോക്ടറെ, അതുപോലെ ലിംഗം വളരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിപണിയിൽ കുറേ ഓയിൽസും ക്രീംസും ഒക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ? അല്ല, ഉപയോഗിക്കുന്നതിൽ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് സുരക്ഷിതമായിട്ട് കുറേ കാലങ്ങളോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കാശ് പോയെന്നുള്ളത് മനസ്സിലാവും. അന്നേരം പിന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിത താല്പര്യമില്ല എന്ന് തോന്നും. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ഗുണവും കിട്ടില്ല. അതായത് വെറുതെ പറയുന്നതായത്, അതായത് പരട്ടിക്കഴിഞ്ഞാൽ നീളം കൂടും, വണ്ണം കൂടും, അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇത് എവിടെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്? ഈ മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിനിങ്ങനെ നല്ല വലിപ്പം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ആ വലിപ്പം അതിനെ ചില വിദ്വാന്മാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഗുണം അതുകൊണ്ട് കിട്ടില്ല. ഡോക്ടർ, ഇപ്പം ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ കുറേ സെക്സ് ടോയ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണോ? അല്ല, സെക്സ് ടോയ്സ് ഒരിക്കലും ശരീരത്തിന് ഹാനികരമല്ല. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഒരു വ്യക്തി മാത്രമായിട്ട് സെക്സ് ടോയ്സ് ഉപയോഗിക്കുകയും അത് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഹാനികരമൊന്നുമല്ല. ലൈംഗികതയെക്കുറിച്ച് അറിവുള്ള വ്യക്തി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി എന്നിട്ട് സെക്സ് ടോയ്സ് വാങ്ങി ഉപയോഗിക്കുക, അതൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇതിൽ 5ാം ക്ലാസ്സിലുള്ളൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് സെക്സ് ടോയ്സ് പിടിക്കപ്പെട്ടു, അതൊരു സ്കൂളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ ഇപ്പോൾ സെക്സ് ടോയ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. അത് ക്ഷതമേൽപ്പിക്കാൻ പറ്റും, യോനിയിൽ ക്ഷതമേൽപ്പിക്കാൻ പറ്റും, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അണുബാധ ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രായപൂർത്തിയായവർ, വിവാഹം കഴിഞ്ഞ വ്യക്തികൾ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ത്യയിലത് അതിൻ്റെ അശ്ലീലം എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നിയമപരമായിട്ട് അതിൻ്റെ വിൽപ്പന തടഞ്ഞിട്ടുണ്ട്, ഉപയോഗം തടഞ്ഞിട്ടില്ല, വിൽപ്പന തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല, ആ രീതിയിലൊക്കെ ഇതുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ സെക്സ് ടോയ്സ് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഭർത്താവിന് വേർപെട്ട് ഭാര്യ ഇവിടെ ജീവിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് എങ്ങനെ അതിനെ വിലക്കാൻ കഴിയും?
അത് അവരുടെ അവകാശമല്ലേ. ലൈംഗികത എല്ലാവരുടെയും അവകാശമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഭർത്താവ് ഗൾഫിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ആണ്, ഭാര്യ എവിടെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലൈംഗികമായിട്ട് അവർക്കൊരു ആനന്ദം ലഭിക്കാൻ വേണ്ടി ഫോൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതിനെ ഏത് രീതിയിലാണ് നമുക്ക് എതിർക്കാൻ കഴിയുക? അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ അത് അതിൻ്റെ സുരക്ഷിതത്വം അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് അതിൻ്റെ സുരക്ഷിതത്വം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് കഴിയുന്ന കാര്യം. ഇല്ലെങ്കിൽ തന്നെ അത് ഏതെങ്കിലും നെറ്റിലോ വല്ലോ നോക്കി അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അടുത്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അതിനകത്ത് ഘടകമുണ്ട്. അത് വൃത്തിയായി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അണുബാധ ഉണ്ടാവും എന്നുള്ളത്. 2, ഈ സെക്സ് ടോയ്സ് ഉപയോഗിക്കാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വയംഭോഗം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും നാച്ചുറലായിട്ട് പണ്ട് ചില വഴുതനങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അത്തരം കാര്യങ്ങളെക്കാളും നല്ലത് സെക്സ് ടോയ്സ് ആണെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് കടന്ന് അതായത് ഗവൺമെൻറ് കടക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള അടുത്ത ചോദ്യം. അത് അവരുടെ സ്വകാര്യതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിനും അവർക്കും താല്പര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് വയ്ക്കുകയല്ലേ വേണ്ടത്. ഇതല്ലാതെ നാടുനീളം നടന്ന് സെക്സ് ടോയ്സ് വിൽക്കണം എന്നല്ല ഞാൻ പറയണത്. അത് മാർക്കറ്റിൽ അങ്ങനെ ഓപ്പണായിട്ട് അവൈലബിൾ അല്ലെങ്കിൽ കൂടി സെക്സോളജിസ്റ്റും സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിനും അത് പേഷ്യൻസിനും കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്കിത് ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം. വജൈനസ്മസ് പോലെയുള്ള ചില ഇതിൽ നമ്മൾ ഡയലേറ്റർ തെറാപ്പിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതും ഒരു പരിധി വരെ ചില സെക്സ് ടോയ്സ് വഴിക്ക് അത് അവർക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നിയമം വരുന്നതിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചോണം ബ്ലാക്ക് മാർക്കറ്റിൽ അത് സുലഭമാണ്, ആ സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് വേണ്ടത്. അത് തീർച്ചയായിട്ടും അത് ഓപ്പൺ മാർക്കറ്റിലേക്ക് വരുത്തണം. മാത്രമല്ല വിട്ടു നിൽക്കുന്നത്, ഇപ്പം ഭർത്താവ് മരിച്ചു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യക്തികൾക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ലൈംഗികമായിട്ടൊരു അനുഭൂതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്തിനാ അതെടുക്കാൻ നിൽക്കുന്നത്? പക്ഷേ നിയമം 1800 എന്നും പറഞ്ഞ് പോകും. അങ്ങോട്ട് പോയാൽ ഈ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴെങ്കിലും അല്ല, 1800 ബോംബെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു. അതായത് ഒരു വൈബ്രേറ്റർ ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിന് കസ്റ്റംസ് തടഞ്ഞു വെച്ചു. കോടതി കേസായി 1.5 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് വിധി വന്നു. അവർക്ക് ആ സാധനം വിട്ടുകൊടുക്കാൻ പറഞ്ഞ്. അതിൽ ചോദിച്ചത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വൈബ്രേറ്ററാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് ഈ 10-100 വർഷം മുമ്പുള്ള ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം വെച്ചുകൊണ്ട് നമ്മളിതിനെ തടുക്കാൻ പോണത്? അന്ന് വിക്ടോറിയൻ കാലഘട്ടമായിരുന്നു. ആ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പല നിയമങ്ങളും ഇന്നും അതേ രീതിയിൽ നമ്മുടെ നിയമസംഹിതയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കാമസൂത്ര ഉടലെടുത്തൊരു രാജ്യത്താണ് ഇത്തരം പൊട്ടത്തരങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാനുള്ളത്? സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതിന് അതിൻ്റെ വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. അതില്ലാതെ കുട്ടികളത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായ സാഹചര്യത്തിൽ അതുണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഡോക്ടറെ, ഈ ഓറൽ സെക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് സുരക്ഷിതമാണോ? എല്ലാ ആൾക്കാരും തന്നെ ഓറൽ സെക്സ് ചെയ്യാറുണ്ട്. ഓറൽ സെക്സ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അണുബാധ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രശ്നമുള്ളൂ. ഇപ്പം അണുബാധ ഇല്ലാത്തൊരു ദമ്പതികൾ ഓറൽ സെക്സ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ലൈംഗിക രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ ഓറൽ സെക്സ്, അത് ലൈംഗിക ബന്ധത്തിലേക്കും പകരാമല്ലോ. ഓറൽ സെക്സിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ അപകടങ്ങളൊന്നുമില്ല. പക്ഷേ ഓറൽ സെക്സ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് ആനന്ദം ലഭിക്കുന്നുണ്ട്. അവരെ ആ വഴിക്ക് വിടുക. ഞാൻ നേരത്തെ ചോദ്യം തന്നെ ഇത്, നമ്മളെന്തിനും മറ്റൊരു 2 വ്യക്തികളുടെ ഈ ഇതിലേക്ക് ചെന്ന് ഇടപെടുന്നു, അതിലേക്ക് സ്വകാര്യതയിലേക്ക്. ഇതിനു മുമ്പ് ഇവിടുത്തെ നിയമം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും മലദ്വാരത്തിലേക്ക് ലിംഗം കടത്തുകയാണെങ്കിൽ അവരെ ജയിലിൽ 8 വർഷമോ 9 വർഷമോ അങ്ങോട്ട് പിടിച്ചിട്ടായിരുന്നു. നിയമം മാറിയില്ലേ? കാലഘട്ടം മാറി, നിയമം മാറി എന്ന് പറഞ്ഞാൽ അത് ആരുണ്ടാക്കി വെച്ചതാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിലെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ച നിയമമാണ്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ, അത് പുരുഷനോ സ്ത്രീയോ സ്ത്രീയോ എന്തെങ്കിലും ആവട്ടെ, അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവർക്ക് ആനന്ദം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തിനാ നിയമവും കൊണ്ട് അവരുടെ മുമ്പിലേക്ക് ചെല്ലണത്? അവർ മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ലോ. അതേസമയം തീർച്ചയായിട്ടും ശരിയാണ്, ഒരു പ്രായമായ വ്യക്തി, ഒരു പ്രായം കുറഞ്ഞ, അത് പറഞ്ഞിട്ട് ഒരു ചൈൽഡിനെ, അതായത് 18 വയസ്സിനോ അല്ലെങ്കിൽ നമ്മളൊരു വയസ്സ് തീരുമാനിക്കുക,
ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മളെ നിയമം അതിൽ ഇടപെടണം. അവിടെ രണ്ടുപേരുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാൾക്ക് കൺസെൻറ്റ് കൊടുക്കാൻ അവകാശമില്ലാത്ത ഒരാളാണ്. എനിക്ക് 2-3 ആഴ്ച മുമ്പ് ഒരു പുരുഷൻ വന്നിരുന്നു. അയാളെ സംബന്ധിച്ച് അയാൾ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുക. പക്ഷേ അയാൾക്കൊരു ട്രെൻഡ് മാറ്റിയെടുക്കണം. അയാൾക്ക് കൊച്ചാൺകുട്ടികളെ കാണുമ്പോൾ അവരെ ആയിട്ട് ബന്ധപ്പെടാൻ തോന്നുകയാണ്. അപ്പോൾ അത് ഒരു രോഗമാണ്. പീഡോഫീലിയ ഒരു രോഗമാണ്. അത് നാച്ചുറലുമാണ്. എന്ന് പറഞ്ഞാൽ പീഡോഫീലിയ എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. എല്ലാ ഇതിലും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലാണത്. നാച്ചുറലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വ്യക്തികൾക്ക് ഈ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ നമ്മൾ കണ്ടെത്തുന്നതിന് അവരെ പിടിച്ചിട്ട് ശിക്ഷിക്കാനല്ല നിൽക്കേണ്ടത്. അതിൽ അങ്ങനെ നിങ്ങൾക്കുണ്ടോ, ഞങ്ങളെങ്ങനെ അതിൻ്റെ കൗൺസിൽ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ കൂടെ അതിനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരെ പിടിച്ചു, ജയിലിലേക്ക് കൊണ്ടിട്ടു. അവൻ കുറച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അടുത്ത കൊച്ചിനെ പീഡിപ്പിച്ചു, പിന്നെയും ജയിലിലേക്ക് പോയി. ഇത്രയല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെയും ജാമ്യം കൊടുത്ത് പിന്നെയും ജയിലിലേക്ക് പോയി. ഇതല്ലാതെ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് കോടതികൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ അവരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കിലേക്കോ വല്ലയിടത്തേക്കും വിടേണ്ട ഒരു സമയം കഴിഞ്ഞേക്കണം. അങ്ങനെ നമുക്ക് ഈ ലൈംഗികതയിലെ ഈ അനാശാസ്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ, ഈ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ദുർഗന്ധം ഉണ്ടാവാറുണ്ട്, അതെന്തുകൊണ്ടാണ്? ഒറ്റ വാക്കിൽ പറയാൻ വൃത്തിയായി സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. അതായത് വൃത്തിയായി സൂക്ഷിക്കാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സോപ്പിട്ട് വൃത്തിയായി അത് കഴുകണം. അത് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടിവസ്ത്രങ്ങൾ ധരിക്കാവുള്ളൂ. ചിലർ ഡ്രൈ ആവുന്നതിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അടിവസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നിട്ട് ആ അടിവസ്ത്രത്തിലുള്ള നനവുണ്ടല്ലോ അത് അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഫംഗസ്, ബാക്ടീരിയ ഇതിനൊക്കെ വളരാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ മൂത്രക്കടച്ചിലോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ആർത്തവ സമയത്തോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൃത്തിയില്ലായ്മ മാത്രമാണ് അവിടുന്ന് ദുർഗന്ധം വരാനുള്ള കാരണം. ദുർഗന്ധം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് ബാക്ടീരിയയാണ്, ഏത് വൈറസാണ്, ഏത് വിധത്തിലുള്ള ഫംഗലാണ് അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം. ചികിത്സ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് നല്ലവണ്ണം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അത് മനസ്സിലാവില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഡോക്ടറെ, ഈ സ്ത്രീകളിൽ കാണുന്ന വൈറ്റ് ഡിസ്ചാർജ് അത് സാധാരണയായിട്ടുള്ളതാണോ? സ്വാഭാവിക പരിണാമമാണ്. അതായത് എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികാഗ്രഹം ഉണ്ടാവും. ലൈംഗികാഗ്രഹം അവർ അറിഞ്ഞോ അറിയാതെ ഉണ്ടാവും. ആ സമയത്ത് അവരിൽ നിന്നൊരു ഡിസ്ചാർജ് അവരുടെ ഇതിൽ നിന്ന് വരും, യോനിയിൽ നിന്ന് വരും, അടിവസ്ത്രങ്ങളിലും ഉണ്ടാവും. ആ ഡിസ്ചാർജ് അധികരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. വളരെയധികം അധികരിക്കുന്നത് വൈറ്റായിട്ടാണ് വരുന്നത്. അതായത് വെറും വെള്ളയാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ദുർഗന്ധം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, അതങ്ങനെ അങ്ങ് പൊക്കോട്ടെ. അതല്ലാണ്ട് വേറെ അതിനകത്ത് ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കണ്ട. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ പാടി വയ്ക്കുക, അങ്ങനെ വല്ലതും ഉള്ളൂ. പിന്നെ ലൈംഗികതയായിട്ടൊരു ഇൻഡയറക്റ്റ് ബന്ധം അതിനുണ്ട്. ഡോക്ടർ, ഈ കളർ മാറുന്ന ഡിസ്ചാർജ് ഉണ്ടല്ലോ, അത് അപകടകരമാണോ? അതെ അതെ അതെ. അത് മഞ്ഞ കലർന്ന ചുവപ്പിലേക്കോ പച്ചയിലേക്കോ അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ അതിനകത്ത് അണുബാധ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യോനി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. പുരുഷൻ്റെ ലിംഗം പോലെയല്ല. അങ്ങനെ യോനി വൃത്തിയായി സൂക്ഷിക്കാത്ത ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളൊക്കെ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ മാറ്റുന്നത് നല്ലത്. ഒട്ടും മാറ്റാതെ അതെന്നാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ അടിവസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളറല്ല എല്ലാം മാറും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കളർ മാറുന്നതിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഗർഭപാത്ര പ്രായമായ സ്ത്രീകളിലാണെങ്കിൽ ഗർഭാശയത്തിൽ ക്യാൻസർ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ കളർ മാറ്റം ഉണ്ടാവും. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ നിസ്സാരം മുതൽ ഗുരുതരമായ പ്രശ്നം വരെ അതിനകത്ത് വരാം. ഡോക്ടറെ, എപ്പോഴും അടിവസ്ത്രം ധരിക്കുന്നത് നല്ലതാണോ? അല്ല, പ്രകൃതിദത്തമല്ലല്ലോ വസ്ത്രങ്ങളൊന്നും. നമ്മൾ നമ്മുടെ ഒരു ചോയ്സിൻ്റെ ഇതായിട്ട് വസ്ത്രം ധരിക്കുന്നതെന്നല്ലേ ഉള്ളൂ. വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് സാധിക്കുന്ന കാര്യമല്ല സമൂഹത്തിൽ. അപ്പോൾ അടിവസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എപ്പോഴും ധരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൃഷ്ണം മേലോട്ട് വരും. അത് ശരീരമായിട്ട് ടച്ച് ചെയ്യും. പുരുഷൻ്റെ വൃഷ്ണം തൂങ്ങിക്കിടക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അടിവസ്ത്രം ധരിക്കുന്നത് നല്ലതല്ല. അഥവാ ധരിക്കുകയാണെങ്കിൽ തന്നെ ലൂസായിട്ടുള്ള അടിവസ്ത്രമാണ് നല്ലത്. വൃഷ്ണം തൂങ്ങിക്കിടക്കട്ടെ. അതിൻ്റെ ടെമ്പറേച്ചർ വേറെയാണ് വേണ്ടത്, ബോഡി ടെമ്പറേച്ചർ അല്ല. അതുകൊണ്ടാണ് തൂങ്ങിക്കിടക്കുന്നത് നല്ലത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിവസ്ത്രം എപ്പോഴും ധരിക്കുന്നത് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ വേർപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ അടിവസ്ത്രം ഇല്ലാതെ നിൽക്കുന്നതിൽ നല്ല കാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഈ അടിവസ്ത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വസ്ത്രം തന്നെ ധരിക്കുന്നത് നല്ലതല്ല.
കാരണം വിയർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചുരുങ്ങിയതൊരു 12 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാറ്റുക. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ അടിവസ്ത്രം ഇല്ലാതെ ജീവിക്കുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. എൻ്റെ അഭിപ്രായമാണ്. അതിനെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാനൊന്നും ഞാനില്ല. ഡോക്ടറെ, പുരുഷന്മാർക്ക് ഇറക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല എക്സസൈസ് ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ ലൈറ്റായിട്ടുള്ള എക്സസൈസ് എല്ലാ ഇറക്ഷൻ വർദ്ധിപ്പിക്കും. അതായത് നമ്മൾ മലർന്ന് കിടന്നിട്ട് നമ്മുടെ മുട്ടുകാല് രണ്ടും നെഞ്ചത്തേക്ക് കൊണ്ടുവരിക. അതൊരു 50 തവണയോ 60 തവണയോ ദിവസം ചെയ്യുക. ബൈട്ടൊക്കെ എഴുന്നേൽക്കുക, ആ എക്സസൈസ് നല്ലതാണ്. പുഷപ്പ് നല്ലതാണ്. അത് സൂര്യനമസ്കാരം അങ്ങനെയുള്ള എക്സസൈസൊക്കെ നല്ലതാണ്. ജിമ്മിലൊക്കെ പോയിട്ട് വലിയ വലിയ എക്സസൈസുകൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇറക്ഷൻ വർദ്ധിപ്പിക്കാൻ. പിന്നെ അത് ചെയ്യുന്നത് റെഗുലറായി ചെയ്യണമെന്ന് മാത്രം. ഇന്ന് ചെയ്യും പിന്നെ അടുത്ത ആഴ്ച ചെയ്തിട്ടൊരു കാര്യമില്ല. പിന്നെ ഉള്ള എക്സസൈസിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്ഷൻ വർദ്ധിപ്പിക്കാന്ന് പെൽവിക് ഫ്ലോർ എക്സസൈസിൽ കീഗൽ എക്സസൈസ് നല്ലതാണ്. ഇത്ര എക്സസൈസുകളാണ് നമുക്ക് നല്ലതായിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ടുള്ള കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക, ബോഡി ബിൽഡ് ചെയ്യുക, അവിടെ നിന്നുള്ള പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുക, ഇതൊക്കെ ദോഷമേ ചെയ്യുള്ളൂ. നമ്മൾ ഒട്ടനവധി ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നിവിടെ ചർച്ച ചെയ്തു. നമ്മൾ ചെറുതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചിന്താഗതി അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒളിച്ചു വെക്കാതെ ഒരു ഡോക്ടറെ തന്നെ സമീപിച്ച് അത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്